കൊല്ലം കോർപ്പറേഷനിൽ കൂട്ടരാജി. ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ CPI രാജിവെച്ചിരിക്കുന്നു. ഇത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷത്തിനിടയിലെ ഏറ്റവും വലിയ തമ്മിൽ തല്ലാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവികളിൽ നിന്ന് CPI ഒഴിഞ്ഞിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷനിലെ CPI തർക്കമാണ് ഇപ്പോൾ രാജിയിൽ കലാശിച്ചിരിക്കുന്നത്. അതായത് നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും CPMന്റെ മേയർ പദവി ഒഴിയാത്തതിൽ CPIയിൽ കടുത്ത അമർഷമാണ് ഉണ്ടായിരിക്കുന്നത്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അതുകൊണ്ട് തന്നെയാണ് CPI രാജിവെച്ചിരിക്കുന്നത്. മേയർ സ്ഥാനം പങ്കിടുന്നതിനെ ചൊല്ലിയുള്ള ധാരണ CPM പാലിക്കാത്തതാണ് രാജിക്ക് ഡെപ്യൂട്ടി മേയർ CPI നേതാവ് കൂടിയായ കൊല്ലം മധുവിന്റെ രാജിക്കിപ്പോൾ കാരണമായിരിക്കുന്നത്. ഇന്ന് മേയർ സ്ഥാനം പ്രസന്ന എണസ്റ്റ് എന്ന CPMന്റെ നേതാവ് രാജിവെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും രാജിവെക്കാതിരിക്കുന്നതോടെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം CPI ഉപേക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും CPI രാജിവെച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിതാദേവി, അതുപോലെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സജീവ് സോമൻ എന്നിവരാണ് മധുവിനൊപ്പം രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും വലിച്ചെറിഞ്ഞുകൊണ്ട് CPI പുറത്തേക്ക് പോയത് CPMൽ നിന്നും കിട്ടേണ്ടുന്ന അവകാശം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാം, CPMനെ പോലെ അവരുടെ പാർട്ടിയുടെ നിർദ്ദേശങ്ങളെയൊക്കെ അനുസരിക്കുന്ന മറ്റൊരു പാർട്ടിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് പ്രധാനപ്പെട്ടതാണ്. പക്ഷെ CPM എന്തുകൊണ്ട് അവരുടെ മേയറോട് രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ തീർത്തും CPM തന്നെ തീരുമാനിച്ചിരിക്കുന്നു CPIക്ക് മേയർ സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത്. അത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം വ്യാപിക്കും, അല്ലെങ്കിൽ CPMും CPIയും തമ്മിലുള്ള പോരിന്, തെരുവ് യുദ്ധത്തിലേക്ക് അത് കടക്കും എന്നുള്ളതിന്റെ സൂചനയാണ് നൽകുന്നത്. കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു തമ്മിൽ യുദ്ധത്തിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. CPM ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തുമെന്ന് അവർ തന്നെ പറയുമ്പോൾ അവസാനത്തെ ഒരു വർഷം CPIക്ക് നൽകേണ്ടത് അവർ നൽകിയില്ല എന്ന് പറഞ്ഞാൽ CPIയെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു എന്നുള്ളതിന്റെ തുല്യമാണ്. ഇത് വരും നാളുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് CPMുമായി ബന്ധമില്ല എന്ന് പറയാൻ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുന്നു. കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത് മൃഗീയമായ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനുള്ള ഒരു കോർപ്പറേഷൻ ആണെങ്കിലും അതിലെ ഇടതുപക്ഷത്തിലെ കക്ഷികൾ തന്നെ തമ്മിൽ തല്ലുന്ന, പ്രത്യേകിച്ച് കൊല്ലം പോലെയുള്ള ഒരു ജില്ലയിൽ CPIക്ക് വ്യക്തമായ ആൾക്കൂട്ടമുണ്ട്, വ്യക്തമായ പ്രവർത്തകരുണ്ട്, 2ഓളം MLAമാരുമുണ്ട്. അവിടെയാണ് CPIയെ വെറുപ്പിക്കാൻ CPM തയ്യാറായത് എന്ന് പറഞ്ഞാൽ CPMന് വരാനിരിക്കുന്ന വലിയൊരു കാലദോഷത്തിന്റെ ആദ്യ ചിത്രം എന്ന് വേണമെങ്കിൽ കൊല്ലം നഗരസഭയുടെ അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷന്റെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ ഡെപ്യൂട്ടി മേയർ രാജിയെ നമുക്ക് വിലയിരുത്താൻ കഴിയും.